ക്യാബിനറ്റിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ DA സംബന്ധിച്ചും അതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ചും നിരവധി കാര്യങ്ങൾ വരുമെന്ന് പറഞ്ഞു. ജനുവരിയിൽ കൊടുക്കേണ്ടുന്ന DA എന്ന് ഞാൻ പറഞ്ഞതിന് ജനുവരിയിലെ DA എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ എന്നെ വിളിച്ച് വലിയ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ചില വാക്കുകളിൽ പിടിച്ച് തൂങ്ങണ്ട. ജനുവരിയിൽ കൊടുക്കേണ്ട 2% DA എന്നുള്ള വാർത്ത പല ചാനലുകളിൽ വന്നതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ മാത്രമല്ല, പഴയ DR എന്ന് പറയുന്ന സംവിധാനം, നേരത്തെയുള്ള 2 DR ശമ്പള പരിഷ്കരണവുമായി നേരത്തെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി 2 പ്രാവശ്യത്തെ DR കിട്ടാനുണ്ട്. അത് മുങ്ങിക്കിടക്കുകയാണ്. പിന്നെ 8 പ്രാവശ്യത്തെ DA ഇങ്ങനെ പല തവണകളായി 6 മാസത്തിൽ 4 വർഷം കൊണ്ട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കിടപ്പുണ്ട്. ഇതെല്ലാം ക്രമപ്പെടുത്തുമെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു വിഷയം, ഇന്നത്തെ ക്യാബിനറ്റിൽ വളരെ മനോഹരമായൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസർമാരെ വയ്ക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, ഡിപ്പാർട്ട്മെൻറ്റുകളും ഗവേഷണ സ്ഥാപനങ്ങളും ഓട്ടോണമസ് സ്ഥാപനങ്ങളും കമ്പനികളും എല്ലാം ബഡ്ജറ്റിന് മുമ്പ് പ്രപ്പോസൽ കൊടുക്കും. അവർക്ക് ബഡ്ജറ്റിൽ തുക വയ്ക്കും. അതിനുശേഷം അവർ വീണ്ടും ഗവൺമെൻറ് പ്രപ്പോസൽ അയക്കണം. അത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വാങ്ങണം. അത് വീണ്ടും അയച്ചിട്ട് അത് ഫിനാൻഷ്യൽ സാങ്ഷൻ വാങ്ങണം. ഇങ്ങനെ കുത്തിത്തിരിപ്പ് പരിപാടികളുടെ ഒരു പ്രളയമാണ്. അവസാനം ഇതിപ്പോൾ ഒഴിവാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇനിയും VD സതീശൻ അവർ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം, ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ ബഡ്ജറ്റ് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. ബഡ്ജറ്റിന് ശേഷം പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ്റെ ആവശ്യമില്ല. പിന്നെന്തിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ? ബഡ്ജറ്റ് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. അങ്ങനെ ബഡ്ജറ്റിൽ വച്ചിരിക്കുന്ന തുക കൊടുക്കാനുള്ളതാണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്താണ്? നേരത്തെ രമൺ ശ്രീവാസ്തവ DGP ആയിരുന്നപ്പോൾ ഒരു അനുഭവമുണ്ട്. അദ്ദേഹം കുറേ വാഹനങ്ങൾ പുതിയത് വാങ്ങാൻ, പോലീസ് വാഹനം വാങ്ങാനായിട്ട് പ്രപ്പോസൽ കൊടുത്തു. ഗവൺമെൻറ് അത് കരുണാകരനുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ഗവൺമെൻറ് അത് അംഗീകരിച്ചു. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയാണ്, അംഗീകരിച്ചു. പക്ഷേ പിന്നെയാണ് ബഡ്ജറ്റിൻ്റെ വെട്ട് വന്നത്. അതിപ്പോൾ വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ട്രഷറി ബാനൊക്കെ വന്ന് ബഡ്ജറ്റ് വെട്ട് വന്നു. അപ്പോൾ പറഞ്ഞത് വാങ്ങാൻ പറ്റില്ല എന്ന്. രമൺ ശ്രീവാസ്തവ പറഞ്ഞു, ബഡ്ജറ്റിൽ വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പണം തന്നേ കഴിയൂ എന്ന് പോയി കരുണാകരനോട് ബഹളമുണ്ടാക്കി. കരുണാകരൻ വിളിച്ച് ഫിനാൻസ് സെക്രട്ടറിയോട് ബഹളമുണ്ടാക്കി, നിങ്ങൾ കൃത്യമായി ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പണം കൊടുത്തേ കഴിയൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിന് ബഡ്ജറ്റിൽ വെച്ചു, നിങ്ങളെ പേരിൽ നടപടിയെടുക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫിനാൻസുകാർ മനസ്സോടെ അത് കൊടുത്തു. എല്ലാ വണ്ടിയും, എത്ര വണ്ടിയാണോ വാങ്ങാൻ തീരുമാനിച്ച മുഴുവൻ വണ്ടിയും രമൺ ശ്രീവാസ്തവ വാങ്ങിച്ചു. അപ്പോൾ ബഡ്ജറ്റിൽ വയ്ക്കുന്ന കാര്യങ്ങൾക്ക് ബഡ്ജറ്റ് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി കണക്കാക്കണം. പിന്നെ വീണ്ടും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ്റെ കാര്യമില്ല. അതുപോലെ ടെക്നിക്കൽ സാങ്ഷനും ഫിനാൻഷ്യൽ സാങ്ഷനും കൂടി ഒന്നിച്ച് കൊടുക്കാൻ ആലോചിക്കണം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ടെക്നിക്കലി ഫീസിബിൾ ആണെന്ന് നോക്കിയിട്ടാണല്ലോ ബഡ്ജറ്റിൽ പൈസ കൊടുക്കുന്നത്. അങ്ങനെ നോക്കിയിട്ട് കൊടുത്താൽ ബഡ്ജറ്റിൽ പൈസ വെച്ച് കഴിയുമ്പോൾ, സ്വാഭാവികമായിട്ട് ബഡ്ജറ്റ് കഴിയുമ്പോൾ അവർക്ക് ആ മാസം മുതൽ പൈസ പിൻവലിച്ച് പദ്ധതി പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇപ്പോഴങ്ങനെയല്ല സംഭവിക്കുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ASന് വേണ്ടിയും FSന് വേണ്ടിയും TSന് വേണ്ടിയും ഗവൺമെൻറ്റിൽ എഴുതി മാസങ്ങളോളം അവിടെ കിടന്ന് കറങ്ങി അവസാനം ഫിനാൻസിൽ വന്ന് എക്സ്പെൻഡിച്ചർ AIയിൽ പോയി, Bയിൽ പോയി, Cയിൽ പോയി, അത് അവസാനം സീക്രട്ട് സെക്ഷനിൽ പോയി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, സകല സെക്ഷനിലും കയറി ഇറങ്ങി ഒരു പുരുഷായുസ് എടുത്തിട്ടായിരിക്കും ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ പൈസ വാങ്ങിക്കൊണ്ട് പോകുന്നത്. വലിയ സങ്കടകരമാണ്. അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വിപ്ലവകരമായൊരു തീരുമാനം VD സതീശൻ എടുത്തു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസർമാർ എല്ലാ വകുപ്പിലും വരുന്നു. അപ്പോൾ 1977 ഫിനാൻഷ്യൽ കോഡും ഫിനാൻഷ്യൽ മാനുവലും സ്റ്റോർ പർച്ചേസ് റൂൾസും എല്ലാം നോക്കി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഫയലായിരിക്കണം സീനിയർ ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് അഡ്വൈസറിൽ നിന്ന് ക്ലിയർ ചെയ്ത് എവിടെ വരേണ്ടത്? ഫിനാൻസിൽ വരേണ്ടത്. മാത്രമല്ല, ഇവർ ഫിനാൻസിൻ്റെ ആളുകളാണെങ്കിലും ഒരു ഡെപ്യൂട്ടേഷൻ പോലെ, ഒരു വർക്ക് അറേഞ്ച്മെൻറ്റ് പോലെ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുകയാണ്. ഡെപ്യൂട്ടേഷൻ അല്ല, ഒരു വർക്ക് അറേഞ്ച്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നവർ ജോലി ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാഫാണ് അവർ എന്നുള്ള കൺസേണിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ കൃത്യമായ ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ കുട്ടികൾ എന്നുള്ള നിലയിൽ, അവരുടെ മക്കൾ എന്നുള്ള നിലയിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായ സപ്പോർട്ട് ചെയ്തു കൊടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഫിനാൻഷ്യൽ ബിഡിനനുസരിച്ചും അതുപോലെ ഫിനാൻഷ്യൽ കോഡിനനുസരിച്ചും മാനുവലിനനുസരിച്ചുമൊക്കെ ഫിനാൻഷ്യൽ മാനുവലിനൊക്കെ അനുസരിച്ച് കൃത്യമായി പ്രപ്പോസലുകൾ വെറ്റ് ചെയ്ത് ഫിനാൻസ് വകുപ്പിൽ അയച്ചു കഴിഞ്ഞാൽ ഇവിടെ വളരെ സ്പീഡായിട്ട് പിന്നെ കുറയും പരിപാടികളും ഇല്ലാതെ കാര്യങ്ങൾ നടക്കും. ഇതാണ് അധികാര വികേന്ദ്രീകരണം. ഇത് വളരെ ശക്തമായി നടപ്പിലാക്കിയതാണ് VD സതീശൻ. എന്തായാലും മനോഹരമായ തീരുമാനമാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഇത്രയും മനോഹരമായൊരു തീരുമാനം വേറെ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം സർക്കാരിൽ പണമുണ്ടായിട്ട് കാര്യമില്ല, അത് ചെലവഴിക്കാനും ഫിനാൻസിൽ നിന്ന് അതിൻ്റെ സാങ്ഷൻ വാങ്ങിയെടുക്കാനും പിന്നെ മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ എഴുതി കളിക്കാനും ഓരോ കാര്യങ്ങൾക്ക് ഫയൽ വരുമ്പോൾ
അവർക്ക് 100 സംശയങ്ങൾ വരും. അപ്പോഴെല്ലാം താഴേക്ക് കൊറി എഴുതും. നേരെ ആ കൊറി എവിടെയാണോ ഫയൽ ഒറിജിനേറ്റ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ വികാസ് ഭവനിലിരിക്കുന്ന ഒരു സ്ഥാപനം ഒരു ഫയൽ അയച്ചാൽ, അല്ലെങ്കിൽ പബ്ലിക് ഓഫീസിലിരിക്കുന്ന സ്ഥാപനം ഫയൽ അയച്ചാൽ, അത് അവരെ കൺസേൺഡ് ഓർഗനൈസേഷനിൽ വന്ന് പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് അവിടെയെല്ലാം കറങ്ങി, അത് അവസാനം ഫിനാൻഷ്യൽ വന്ന് അവിടെയും കറങ്ങി, ഓരോ സ്റ്റേജിലും സംശയം വരുമ്പോൾ അത് വീണ്ടും ആർക്കെഴുതും? പേരൻറ്റ് ഓർഗനൈസേഷൻ എഴുതും, ഡിപ്പാർട്ട്മെൻറ്റിന് എഴുതും, പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേ പ്രപ്പോസൽ അയച്ചവർക്ക് എഴുതും. ഇങ്ങനെയുള്ള ഗയ്യാറാം പരിപാടിയിലാണ് കേരളത്തിൻ്റെ പ്ലാൻ നടത്തിപ്പ് വലിയൊരു കാലം. അവസാനം എല്ലാം കൂടി ഒരു ഡിസംബർ ജനുവരി മാസമാകുമ്പോൾ കുറേ പണം അനുവദിക്കും. ചെയ്ത പാതി ചെയ്യാത്ത പാതി മാർച്ച് ആകുമ്പോൾ എല്ലാം കൂടി വാരിയിട്ട് ഒരു ബഹളമാണ്. അങ്ങനെയാണ് നമ്മുടെ പദ്ധതികളെല്ലാം ലാപ്സ് ആവുന്നത്. ഇത് മാർച്ച് മാസത്തിൽ പദ്ധതി അംഗീകരിച്ചാൽ, ബഡ്ജറ്റിൽ പദ്ധതി അംഗീകരിച്ചാൽ ഏപ്രിൽ മാസത്തിൽ അവർക്ക് പൈസ കൊടുക്കണം. അവർക്ക് മെയ് മാസം മുതൽ ഏപ്രിൽ മുതൽ അവർക്ക് ചെയ്തു തുടങ്ങിയാൽ പിന്നെ അടുത്ത മാർച്ച് വരെ ഒരു 8, 10, 11 മാസക്കാലം പദ്ധതി നിർവഹണത്തിന് കിട്ടും. ഇത് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഫിനാൻസ് വകുപ്പിൻ്റെ ക്ലിയറൻസ് വേണം. അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത് ബഡ്ജറ്റിനോടൊപ്പം തന്നെ കൊടുക്കുക. ഫിനാൻഷ്യൽ സാങ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സംവിധാനം വെച്ചു, ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് അഡ്വൈസർ എന്ന സംവിധാനമാണ്. അത് മനോഹരമാണ് ആ സംവിധാനം. ആ സംവിധാനത്തിലൂടെ വളരെ പെട്ടെന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൊടുക്കുന്ന പ്രപ്പോസൽ അതാത് തലങ്ങളിൽ വെറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഫിനാൻസിൽ അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആകെപ്പാടെ നോക്കേണ്ടത് പണമുണ്ടോ, എത്ര ഇൻസ്റ്റാൾമെൻ്റായിട്ട് കൊടുക്കണം എന്ന് മാത്രമേ അവർ ചിന്തിക്കേണ്ടൂ. പണമില്ലെങ്കിൽ എന്ത് ചെയ്യണം? വകമാറ്റി വേറെ സ്കീമുകളിൽ നിന്ന് കൊടുക്കണോ, അതോ പിന്നെ എത്ര തവണകളായി കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രം ഫിനാൻസ് വകുപ്പിൽ നിന്ന് നോക്കിയാൽ മതി. അവർക്കും ജോലി ഈസി, ഇപ്പുറത്തും വലിയ ജോലി ഈസി. പക്ഷേ ഇതൊരു അധികാര കേന്ദ്രീകരണമാവില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ചിലർക്കത് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ അധികാരവും ഒരിടത്ത് കേന്ദ്രീകരിച്ചിരിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകും. അല്ലാതെ രാജ്യത്ത് കാര്യങ്ങൾ നടക്കട്ടെ, സമൂഹത്തിൽ സംസ്ഥാനത്ത് നടക്കട്ടെ എന്നാഗ്രഹിക്കുന്നവർക്ക് ഇത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആ നിലയിൽ വി.ഡി. സതീശൻ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ എടുത്തിരിക്കുന്ന നിലപാട് ധീരമാണ്, വിപ്ലവകരമാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു പൈസയും അധിക ചെലവില്ലാതെ ഉള്ള സ്റ്റാഫിനെ വെച്ചുകൊണ്ട് തന്നെ പിന്നെ സീനിയറായിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് അഡ്വൈസറെ കൊടുക്കുന്നു എന്ന് പറയുന്നത് മനോഹരമാണ്, സുന്ദരമാണ്. നമ്മുടെ പദ്ധതി നിർവഹണം ഇനി ഒച്ചിഴയുന്നത് പോലെയല്ല, കുതിരയുടെ വേഗത്തിൽ പോകും, ആമയുടെ വേഗത്തിലല്ല, മുയലിൻ്റെ വേഗത്തിൽ ഓടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും പദ്ധതി നിർവഹണം വലിയ രീതിയിൽ മുന്നോട്ട് പോകാനും പണം വലുതായിട്ട് ചിലവഴിക്കാനുമൊക്കെ, ഈ സാമ്പത്തികമായ പണം ചിലവാക്കാനും പിന്നെ സാങ്കേതികമായ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ റൂളും ഈ നിയമവും ചട്ടവും ഈ പുതിയ നിയമനവും സഹായിക്കുമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. തീർച്ചയായിട്ടും വി.ഡി. സതീശൻ ഓരോ നിമിഷവും ഓരോ ക്യാബിനറ്റിലും ഇനിയിപ്പോൾ മറ്റന്നാൾ ബഡ്ജറ്റിലും കയ്യടി നേടാനുള്ള തയ്യാറെടുപ്പ് എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ കയ്യടി നേടിക്കൊണ്ടേ ഇരിക്കുകയാണ്.